ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ കോഴി വളർത്തുന്നവർക്കും കോഴി വളർത്താൻ ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വീഡിയോ ആണിത്. ഇതിൽ ഒരുപാട് ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം. കഴിഞ്ഞ വീഡിയോയിൽ അമ്മയാവാൻ വേണ്ടി കൊതിച്ചിരുന്ന ഇവളെ വീഡിയോ ആണ് ഇന്ന് ഇട്ടിട്ടുള്ളത്. കുറേ പേര് പറഞ്ഞിരുന്നു അപ്ലോഡ് ചെയ്യാൻ, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇട്ടിട്ടുള്ളത്. അപ്പം കുഞ്ചൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൾ വെച്ച 4 മുട്ടയിലും 3 കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞത്. 1 മാത്രം ചീമുട്ട ആയി പോയെന്നേ ഉള്ളൂ. ഇതാണ് അവളുടെ 3 മക്കൾ. പക്ഷെ അവളെ പോലെയല്ല ഒരു കുഞ്ച്. നമ്മളെടുത്ത് നോക്കിയാൽ അത് കഴുത്താൻ കുഞ്ചാണ്, പക്ഷെ അതാണെങ്കിൽ വെള്ള നിറത്തിലായിരുന്നു. ഇത് അസൽ അവളുടെ അമ്മയെ പോലെ തന്നെയായിരുന്നു. പിന്നെ വേറൊരു ഇതുണ്ടായിരുന്നു, വേറൊരു കഴുത്താൻ കോഴിയല്ല, അത് വേറെതാണ്. വിരിഞ്ഞതിന് ശേഷം 1 ദിവസം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ ഇങ്ങനെ മുട്ട വെച്ച് വിരിയിച്ച ആ ഒരു കൂട് നമ്മൾ മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറ്റുവാണ്. ഇവളെ ജന്തുക്കളൊന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ കൂടൊക്കെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കലണ്ടറിലെ ഒരു ഷീറ്റാണ് എടുത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ല സേഫ് ആയിട്ടുള്ളൊരു കൂടാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. പേപ്പർ വെച്ച് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശമെന്ന് പറയുന്നത് നല്ല ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറെ ഒരു മാർഗ്ഗമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മരപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തീറ്റ കൊടുക്കുന്നുണ്ട്. ഈ വെള്ള കഴുത്താൻ കുഞ്ചാണ് ആദ്യം മുട്ടയിലൊന്ന് വിരിഞ്ഞ് വന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചെറുതായിട്ട് ചൂട് കിട്ടിയാൽ മാത്രം മതി. പക്ഷെ മറ്റുള്ള 2 കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചൂട് ആവശ്യമുള്ളത് കൊണ്ട് അമ്മയുടെ അടിയിൽ തന്നെ ഉണ്ട്. ആ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ കൊടുക്കാറ് ചെറിയ പൊടിത്തീറ്റയും അതുമല്ലാതെ ഇളം ചൂട് വെള്ളം മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ആ കുഞ്ചിൻ്റെ ഭംഗി കാരണം ഞാനും കുറച്ച് നേരം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ആദ്യം അട വെച്ചിട്ടുള്ള കോഴിക്കുഞ്ചിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ഇവർക്കൊക്കെ ആണെങ്കിൽ ചിറവും ചെറുതായിട്ട് വാലുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം അവർ തികച്ച് ഓടിക്കളിക്കാറായ പ്രായമായിട്ടുണ്ട്. മക്കളെ കണ്ട സന്തോഷത്തിൽ പൂവൻകോഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. നമ്മൾ പിന്നെ ഇഴജന്തുക്കളൊന്നും കയറാത്ത മൺതറയായിട്ടുള്ള കൂട്ടിലാണ് നമ്മൾ ആ കോഴിക്കുഞ്ഞുങ്ങളാക്കിയത്. കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്നവരും കൂട് നിർമ്മിക്കുന്നവരൊക്കെ പ്രധാനമായിട്ട് ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. അവരുടെ കൂടിൻ്റെ അടിഭാഗം മുഴുവനും മണ്ണായിരിക്കണം. മണ്ണിൽ നിന്ന് വളരുന്ന കോഴികൾക്ക് അസുഖം പെട്ടെന്ന് പിടിപെടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഈ ഒരു പ്രായത്തിൽ പൊടിത്തീറ്റയോടൊപ്പം നമുക്ക് ഗോതമ്പ് തരിയായിട്ട് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ട് ഏകദേശം 15 ദിവസമായിട്ടുള്ള ഒരു മെച്ചപ്പെടലാണ് ഈ ഒരു കോഴികൾക്ക് കിട്ടിയിട്ടുള്ളത്. അവർ സ്വന്തമായിട്ട് മണ്ണിൽ ചിക്കിച്ചികയാനും ആഹാരം തേടാനും ഇതിനോടകം ശീലിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിനി 5 മാസം പ്രായമായിട്ടുള്ള ഒരു കോഴികളെ നോക്കാം. ഇത് ഒരു അമ്മയുടെ 5 മക്കളാണ് കേട്ടോ. ഇനി അടുത്ത് 1.5 മാസം കൂടെ ആകുമ്പോൾ ഇവർ മുട്ടയിട്ട് തുടങ്ങും. കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം 2 മാസം പ്രായമാകുമ്പോൾ തന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള ആഹാരങ്ങളും കൊടുത്ത് ശീലിക്കുക. പ്രധാനമായിട്ടും പച്ചിലകൾ, ഫുഡ് വേസ്റ്റ്, പിന്നെ മലക്കറി വേസ്റ്റൊക്കെ കൊടുത്ത് നമ്മൾ ശീലിക്കണം. അവരെ എപ്പോഴും കൂട്ടിൽ അടച്ചു നിർത്തുന്നതിനെക്കാട്ടിലും വെളിയിൽ തുറന്നു വിടുന്നതാണ് ഏറ്റവും ഉത്തമം. അടുത്ത് വല്ല പറമ്പുകളും മറ്റും ഉണ്ടെങ്കിൽ അവരെ തുറന്നു വിട്ട് അവർക്ക് ആവശ്യമുള്ള പച്ചിലകൾ അവർ കഴിക്കും. അവരുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് ഈ ഒരു പച്ചിലയാണ് കേട്ടോ. ഇതിൻ്റെ പേര് നമുക്ക് അറിഞ്ഞുകൂടാമെങ്കിലും നമ്മൾ ഇത് എപ്പോഴും കോഴികൾക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ എപ്പോഴും പച്ചിലകൾ കൊടുക്കുമ്പം അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഈ ഇലയ്ക്ക് പുറമേ നമുക്ക് പപ്പായേൻ്റെ ഇല, മുരിങ്ങ ഇല, വേപ്പില തുടങ്ങിയ ഇലകളൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പൂന്തോട്ടത്തിൽ നിന്ന് പറിച്ച ആ ഒരു പച്ചിലകൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് അതിനിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കഴിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇത്തരം പച്ചിലകൾ കൊടുക്കുന്നത് വഴി അവർക്ക് അസുഖങ്ങളിൽ നിന്ന് പ്രതിരോധ ശേഷി ലഭിക്കുന്നതാണ്. 3 നേരമാണ് ഈ കോഴികൾക്ക് ആഹാരം കൊടുക്കുന്നത്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. അതിൻ്റെ ഇടവേള സമയങ്ങളിലാണ് നമ്മൾ പച്ചിലകൾ കൂടുതലായും കൊടുക്കാറ്. എന്നും പച്ചിലകൾ കൊടുക്കാറില്ല. 2 ദിവസം കഴിഞ്ഞ് അങ്ങനെ കൊടുക്കാറുള്ളൂ. 2 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ചേർത്ത ചെറു ചൂടുവെള്ളമാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് നല്ല ശുദ്ധമായ ജലമാണ്. മഴ സമയത്ത് കൂടുതലായും ചില കോഴികൾക്ക് കഫത്തിൻ്റെ പ്രശ്നങ്ങൾ വന്ന് കാണാറുണ്ട്. അവരെ പ്രത്യേകം അടച്ചിട്ടിട്ടാണ് ആഹാരവും വെള്ളവും കൊടുക്കേണ്ടത്.
ഈ ഒരു കോഴിക്കും കഫത്തിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് കുറയാറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ബോട്ടിലിൻ്റെ ശകലം മരുന്നുണ്ടായിരുന്നു, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ ഫുള്ള് കംപ്ലീറ്റ് കഫം മാറിയിട്ടുണ്ട്. കൂടുതലും ഈ ഒരു അസുഖം മഴക്കാലത്തും തണുപ്പ് അടിക്കുന്ന ഒരു കാലഘട്ടത്താണ് വരുന്നത്. കോഴികൾക്ക് ഇതുപോലത്തെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിക്കുമ്പം ടാബ്ലറ്റായും ഇതുപോലത്തെ സിറമായിട്ടും നമുക്ക് കിട്ടും. ഇതിനൊക്കെ പുറമെ ഏത് തീറ്റയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. എല്ലാ തരത്തിലുള്ള പലചരക്ക് കടകളിലും ഈ 2 സാധനങ്ങൾ എപ്പോഴും കാണും. ഒന്ന് ചെറിയ കോഴിത്തീറ്റയും ഒന്ന് വലിയ കോഴിത്തീറ്റയുമാണ്. 2 മാസം പ്രായത്തിന് ശേഷമുള്ള കോഴികൾക്കാണ് ഈ ഒരു തീറ്റ നമ്മൾ കൊടുക്കാറ്. ഇത് വലുതാണ്. അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ചെറിയ തീറ്റയാണ്. ഈ തീറ്റയാണെങ്കിൽ ജനിച്ചത് മുതൽ 2 മാസം പ്രായമുള്ള കോഴികൾക്ക് വരെ കൊടുക്കാനുള്ള തീറ്റയാണ്. ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഒരു കോഴിയാണെങ്കിൽ മുട്ടയിടാൻ വേണ്ടി ഒരു കൂട്ടിലാണ് കയറിയിരിക്കുന്നുണ്ട്. ഈ കോഴികൾക്കൊക്കെ മെയിനായിട്ടും വെയിലാണ് ആവശ്യം. അത് തുറന്ന് വിടുമ്പോഴത്തേക്കും അത് ഓരോ വെയിലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അത് കായാനായിട്ട് കിടക്കും. ായിട്ട് നമ്മൾ ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തി. ഇത് നമ്മൾ കഴിച്ചതിൻ്റെ ഫുഡ് വേസ്റ്റും വലിയ കോഴിത്തീറ്റയും കൂടെ ഇട്ടിട്ടാണ് ഈ ഒരു ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഇൻഫോർമേറ്റീവ് ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത കോഴി വിശേഷങ്ങൾക്ക് അടുത്ത് ഞാൻ ടിപ്സുമായിട്ട് വരുന്നതാണ്. കോഴിയെ അടവയ്ക്കുന്നതും പിന്നെ വിരിഞ്ഞിറങ്ങുന്നതും അങ്ങനത്തെ ഒരുപാട് വിശേഷങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ പോയി കാണാം. ഏറ്റവും ടിപ്സും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ എടുക്കും വരേക്കും എല്ലാവർക്കും ബൈ.